നമസ്കാരം. ഈ വാർത്താ ദിനം ഇതുവരെ സമഗ്രമായി അവതരിപ്പിക്കുന്ന വാർത്താ സന്ധ്യ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ SIT. ഇതിനായി റാന്നി കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം അപേക്ഷ നൽകി. ദേവസ്വം ഭാരവാഹികളെ കേന്ദ്രീകരിച്ചുള്ള SIT അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. മുരാരി ബാബു ജാമ്യാപേക്ഷ സമർപ്പിച്ച പശ്ചാത്തലത്തിലാണ് SITയുടെ പുതിയ നീക്കം. മുരാരി ബാബുവിനെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നതോടെ ജാമ്യാപേക്ഷ കോടതി തള്ളാനാണ് സാധ്യത. സുധീഷ് കുമാറിനെയും കസ്റ്റഡിയിൽ വാങ്ങാനാണ് SITയുടെ ആലോചന. കട്ടിളപ്പാളി കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനാണ് കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീ പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. കേസിൽ ദേവസ്വം ബോർഡ് ഭാരവാഹികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു. പ്രത്യേക സംഘത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള ക്രമസമാധാന വിഭാഗം ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. 2019 ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാർ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാനാണ് നീക്കം. N. വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. നിലവിലുള്ള ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും മൊഴിയെടുക്കും. ഉണ്ണികൃഷ്ണൻ പൊറ്റിയുമായി പമ്പയിൽ തെളിവെടുപ്പ് നടത്താനും ആലോചനയുണ്ട്. 24 പത്തനംതിട്ട. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദങ്ങൾക്കിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ കാലാവധി നീട്ടി നൽകേണ്ടെന്ന് CPIM തീരുമാനം. നാളെ ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പുതിയ ഭരണസമിതിയെക്കുറിച്ച് തീരുമാനമാകും. മുൻ MP A. സമ്പത്ത്, മുൻ MLA TK ദേവകുമാർ എന്നിവരെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷ പദവിയിൽ 2 കൊല്ലം പൂർത്തിയാക്കിയ PS പ്രശാന്തിനും അംഗം A. അജികുമാറിനും 2026 ജൂൺ വരെ കാലാവധി നീട്ടി നൽകാൻ സർക്കാർ ആലോചിച്ചിരുന്നു. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ വിവാദത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് എതിർ നിരീക്ഷണങ്ങൾ ഉണ്ടായതോടെയാണ് കാലാവധി നീട്ടി നൽകേണ്ടതില്ലെന്ന ധാരണയിലേക്ക് CPIM എത്തിയത്. കാലാവധി നീട്ടി നൽകിയാൽ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തലാണ് പിന്മാറ്റം. ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മുൻ MP A. സമ്പത്ത്, മുൻ MLAയും കയർഫെഡ് ചെയർമാനുമായ TK ദേവകുമാർ തുടങ്ങിയവരെയാണ് CPIM പരിഗണിക്കുന്നത്. കൊല്ലത്തു നിന്നുള്ള ചില നേതാക്കളും പരിഗണനയിലുണ്ട്. ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള നേതാവിനെയാകും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് CPIM പരിഗണിക്കുക. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റ് ആരാണെന്ന കാര്യം നാളെ ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കും. ദേവസ്വം ബോർഡിലെ പാർട്ടി പ്രതിനിധിയായി CPI വിളപ്പിൽ രാധാകൃഷ്ണന്റെ പേര് നിർദ്ദേശിച്ചിട്ടുണ്ട്. CPI സംസ്ഥാന കൗൺസിൽ അംഗവും ജില്ലാ പഞ്ചായത്ത് മുൻ അംഗവുമാണ് വിളപ്പിൽ രാധാകൃഷ്ണൻ. മന്ത്രിസഭയിലെ ഹിന്ദു മന്ത്രിമാരും നിയമസഭയിലെ ഹിന്ദു MLAമാരുമാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളെ തെരഞ്ഞെടുക്കേണ്ടത്. G. സുധാകരൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്താണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാലാവധി നിയമഭേദഗതിയിലൂടെ 2 വർഷമായി കുറച്ചത്. അന്നത്തെ നിയമഭേദഗതി ഓർഡിനൻസ് കൊണ്ടുവന്ന് തിരുത്തി PS പ്രശാന്തിന് കാലാവധി നീട്ടി നൽകാനായിരുന്നു നീക്കം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രതിക്കൂട്ടിലായതോടെ ആ വഴി അടയുകയാണുണ്ടായത്. 24 തിരുവനന്തപുരം. ഇനി നമ്മൾ പോകുന്നത് ബീഹാറിലേക്കാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ്. 5 മണിവരെ 60%-ലധികം പേർ വോട്ട് രേഖപ്പെടുത്തി. ഉപമുഖ്യമന്ത്രിയും BJP നേതാവുമായ വിജയകുമാർ സിൻഹയുടെ വാഹനവ്യൂഹത്തിനു നേരെ കല്ലേറുണ്ടായി. ശക്തി കേന്ദ്രങ്ങളിലെ ബൂത്തുകളിൽ വോട്ടിംഗ് മന്ദഗതിയിലാക്കാൻ വൈദ്യുതി ബന്ധം തടസ്സപ്പെടുത്തി എന്ന് RJD ആരോപിച്ചു. രാവിലെ സമാധാനപരമായി മുന്നേറിയ വോട്ടെടുപ്പിനിടയിൽ ഉച്ചയോടെയാണ് അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയത്. തന്റെ മണ്ഡലമായ ലഖിസറായിലെ ഒരു പോളിംഗ് ബൂത്തിലേക്ക് വരികയായിരുന്ന വിജയകുമാർ സിൻഹയുടെ വാഹനം ഒരു സംഘം തടയുകയായിരുന്നു. തിരികെ പോകണമെന്ന് മുദ്രാവാക്യം വിളിച്ചു വന്നവർ ചെരുപ്പും കല്ലും വാഹനത്തിന് നേരെ എറിഞ്ഞു. RJD പ്രവർത്തകരാണ് സംഭവത്തിന് പിന്നിലെന്നും അധികാരത്തിലെത്തിയാൽ ബുൾഡോസർ പ്രയോഗിക്കുമെന്നും വിജയകുമാർ സിൻഹ ഭീഷണി മുഴക്കി. ശക്തി കേന്ദ്രങ്ങളിലെ ബൂത്തുകളിൽ പോളിംഗ് മന്ദഗതിയിലാക്കാൻ വൈദ്യുത ബന്ധം തടസ്സപ്പെടുത്തിയെന്ന RJD ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷേധിച്ചു. തോൽവി സമ്മതിച്ചതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വോട്ട് തിരിമറി ആരോപിച്ചതെന്ന BJP വാദത്തിന് KC വേണുഗോപാൽ മറുപടി പറഞ്ഞു. വോട്ടർമാരെ ജാഗരൂകരാക്കാനാണ് രാഹുൽ ശ്രമിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കണക്കാക്കാം. പക്ഷെ ഞങ്ങൾ വോട്ടർമാർക്ക് കൃത്യമായ ഒരു അലർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശബ്ദിക്കാതിരിക്കുക, ഭയപ്പെട്ടിരിക്കുക, ഇതാണോ ചെയ്യേണ്ടത്? പോളിംഗ് സ്റ്റേഷനുകളിലെ തത്സമയ CCTV ദൃശ്യങ്ങൾ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തെ കൺട്രോൾ റൂമിലിരുന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിരീക്ഷിച്ചു. മലേഷ്യ, ഇന്തോനേഷ്യ, കൊളംബിയ, ഫ്രാൻസ്, ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രതിനിധികൾ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തി. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് രീതി മനസ്സിലാക്കുകയാണ് ലക്ഷ്യം. സംഘർഷ സാധ്യത പ്രവചിക്കപ്പെട്ടതിനാൽ വലിയ സുരക്ഷയിലാണ് ഇന്ന് പോളിംഗ് നടന്നത്. പക്ഷെ എന്നാൽ പോലും ഉപമുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് നേരെ ഉണ്ടായ അക്രമ സംഭവങ്ങൾ യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. കടുത്ത നടപടി ഉണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറയുന്നു. പട്നയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആരോപണം ഉന്നയിച്ച ഹരിയാനയിലെ റായ് ഗ്രാമത്തിൽ 24 വാർത്താ സംഘം. ബ്രസീലിയൻ മോഡലിന്റെ ചിത്രമുള്ള 3 വോട്ടർമാരെ 24 കണ്ടെത്തി. രാഹുൽ ഗാന്ധി പരാമർശിച്ച പിങ്കിയും ബിമലയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തി എന്ന് സ്ഥിരീകരിച്ചു. 24 അന്വേഷണം.
ഒരേ ഫോട്ടോയിൽ പല പേരിൽ വോട്ടർമാർ. വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടിയ വോട്ടർ പട്ടിക കണ്ടവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ഹരിയാനയിലെ BJP അപ്രതീക്ഷിത വിജയം നേടിയത് ഈ വിധം തിരിമറികൾ നടത്തിയാണെന്ന് രാഹുൽ ഗാന്ധിയുടെ ആരോപണം അന്വേഷിക്കാനാണ് ഞങ്ങൾ സോണിപത് ജില്ലയിലെ റായ് മണ്ഡലത്തിലെത്തിയത്. ആദ്യം പോയത് അക്ബർപൂർ ബറോട്ട എന്ന ഗ്രാമത്തിലെ പൂനത്തിന്റെ വീട്ടിൽ. കുടുംബ പ്രശ്നം കാരണം വർഷങ്ങൾക്ക് മുൻപ് സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയതാണ് പൂനം. എന്നാൽ ഭർത്താവ് സോനുവും മക്കളിലൊരാളും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ താൻ വർഷങ്ങളായി റായ് മണ്ഡലത്തിൽ വോട്ടറാണെന്നും കഴിഞ്ഞ വർഷം വോട്ട് ചെയ്തില്ലെന്നും പൂനം പറഞ്ഞു. आपने नहीं डाला था वोट? हाँ, मोरे को हो गए 13-14 साल हो गए होंगे। तो 13-14 साल में अभी आपने अभी तक वोट नहीं डाला? क्यों डालते नहीं है, हम तो उधर ही डालते हैं। ഇതേ ഫോട്ടോയിലുള്ള രണ്ടുപേരെ കൂടി കണ്ടു. ആ രണ്ടുപേരും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർ. बट जब मेरा पहला वोट कार्ड बन के आया था तो उसमें फ़ोटो चेंज आई थी और नाम एड्रेस वगैरह सब कुछ सेम था. ये फ़ोटो नहीं थी, कोई और महिला थी, ये फ़ोटो नहीं थी उसमें. चुनाव आप वोट किया था? हाँ जी, कराया था. किया दिया? हाँ, किया गया. വോട്ടർമാരുടെ എല്ലാം പേരിനോടൊപ്പം ഉണ്ടായിരുന്ന ബ്രസീലുകാരിയെ ഇവർക്കാർക്കും അറിയില്ല. പക്ഷേ വോട്ടർ പട്ടികയിൽ രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടിയ 3 പേരും യഥാർത്ഥത്തിൽ ഉള്ളതാണെന്ന് അന്വേഷണത്തിൽ ബോധ്യമായി. പക്ഷേ വോട്ടർ പട്ടികയിലെ ചിത്രം മാറിയത് എങ്ങനെയാണെന്ന് വ്യക്തമാക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഹരിയാനയിൽ നിന്ന് മോഹൻകുമാറിനൊപ്പം അജീഷ് ജയകുമാർ, 24. തിരുവനന്തപുരം വർക്കലയിൽ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട പ്രതി സുരേഷ് കുമാറിനെ കീഴ്പ്പെടുത്തിയ യാത്രക്കാരന്റെ ചിത്രം പുറത്തുവിട്ട് റെയിൽവേ പോലീസ്. ഇയാളെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങളിലാണ് പോലീസ്. ശ്രീകുട്ടിയുടെ സുഹൃത്ത് അർച്ചനയെ രക്ഷിച്ചതും ഈ യാത്രക്കാരനാണ്. കേരള എക്സ്പ്രസിൽ പെൺകുട്ടിക്ക് നേരെ ആക്രമണമുണ്ടായ രാത്രിയിൽ ഒരു യാത്രക്കാരന്റെ ഇടപെടലാണ് സുഹൃത്ത് അർച്ചനയെ രക്ഷിച്ചതും പ്രതിയെ കീഴ്പ്പെടുത്തുകയും ചെയ്തത്. ഇയാളെ തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് നിലവിൽ റെയിൽവേ പോലീസ്. റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് അടിയന്തര ഇടപെടൽ നടത്തിയ വ്യക്തിയെ കണ്ടെത്തിയത്. പ്രതിയെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ചുവന്ന വസ്ത്രം ധരിച്ച യാത്രക്കാരന്റെ ചിത്രം റെയിൽവേ പോലീസ് പുറത്തുവിട്ടു. വിവരങ്ങൾ കൈമാറുന്നതിന് ഫോൺ നമ്പറും പോലീസ് നൽകിയിട്ടുണ്ട്. കണ്ടെത്തിയാൽ മനുഷ്യത്വപരമായ ഇടപെടലിനെ ആദരിക്കാനും പാരിതോഷികം നൽകാനും ആലോചനയുണ്ട്. അതേസമയം പ്രതി ട്രെയിനിൽ കയറുന്നതിന് മുൻപ് മദ്യപിച്ച ബാറിലെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു. പ്രതിയും സുഹൃത്തുമാണ് കോട്ടയത്തെ ബാറിൽ കയറി മദ്യപിക്കുന്നത്. ഈ ഡിജിറ്റൽ തെളിവുകളും കേസന്വേഷണത്തിൽ നിർണായകമാകും. പ്രതിയെ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ ജയിലിൽ വെച്ച് തെളിവ് ശേഖരണം നടത്താനും നീക്കമുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതിയും മാറ്റമില്ലാതെ തുടരുകയാണ്. തലക്കേറ്റ ക്ഷതമാണ് ആരോഗ്യസ്ഥിതി മോശമാക്കുന്നത്. അതേസമയം റെയിൽവേ സ്റ്റേഷനുകളിലെ പരിശോധനയും RPF ഊർജിതമാക്കിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ സംഭവത്തിൽ 3 തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ബാലമുരുകനെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം തമിഴ്നാട് സർക്കാർ Q ബ്രാഞ്ചിന് കൈമാറി. ബാലമുരുകനായി കേരള പോലീസ് തമിഴ്നാട്ടിൽ അന്വേഷണം ഊർജിതമാക്കി. പന്തൽഗുഡി SI നാഗരാജനടക്കം 3 പേർക്കെതിരെയാണ് നടപടി. ഭക്ഷണം കഴിച്ച ശേഷം പ്രതിക്ക് കൈവിലങ്ങ് അണിയിക്കാതിരുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടി. നിലവിൽ സമാന്തരമായി തമിഴ്നാട് പോലീസ് നടത്തുന്ന അന്വേഷണം Q ബ്രാഞ്ചിന് കൈമാറി. തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകന് വേണ്ടിയുള്ള തിരച്ചിൽ 4ാം ദിനവും കേരള പോലീസ് ഊർജിതമായി തുടരുകയാണ്. തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ. തമിഴ്നാട് പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് വിയൂർ ജയിലിന്റെ 50 മീറ്റർ മാത്രം അകലെ വെച്ചാണ് ബാലമുരുകൻ രക്ഷപ്പെട്ടത്. മൂത്രമൊഴിക്കാൻ വാഹനം നിർത്തിയപ്പോൾ കടന്നുകളഞ്ഞുവെന്നാണ് മൊഴി. ഭക്ഷണം കഴിക്കാൻ നേരം അഴിച്ച കൈവിലങ്ങ് പൂട്ടിയിരുന്നില്ല എന്നും തമിഴ്നാട് പോലീസ് പറയുന്നു. പിന്നീട് തൃശൂരിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച് ബാലമുരുകൻ രക്ഷപ്പെട്ടു എന്നാണ് കേരള പോലീസിന്റെ കണ്ടെത്തൽ. 24 തൃശൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം. മണക്കാട് സുരേഷ് നേമം മണ്ഡലം കോർ കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. നേമം ഷജീറിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ചാണ് രാജി. മണക്കാട് സുരേഷിന്റെ രാജിയെ പരിഹസിച്ച് K മുരളീധരൻ രംഗത്തെത്തി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ നേമം സീറ്റിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയാണ് നേമം മണ്ഡലം കോർ കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം മണക്കാട് സുരേഷ് രാജിവെച്ചത്. നേമം ഷജീറിന്റെ സ്ഥാനാർത്ഥിത്വം BJPയെ സഹായിക്കാൻ എന്നാണ് ആക്ഷേപം. സാമുദായിക സന്തുലിതാവസ്ഥ പാലിക്കാതെയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെന്നും സുരേഷ് വാദിക്കുന്നു. രാജിക്കത്ത് സണ്ണി ജോസഫിനും VD സതീശനും കൈമാറി. അതേസമയം സുരേഷിന് ഒരുപാട് തിരക്കുള്ളതുകൊണ്ടായിരിക്കും
രാജി എന്നാണ് കെ മുരളീധരന്റെ പരിഹാസം. അതായത് അദ്ദേഹം KPC ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് എല്ലാത്തിനും സമയം കിട്ടുന്നില്ല കോർ കമ്മിറ്റിയുടെ കാര്യം നോക്കാൻ. അതുകൊണ്ട് ഒന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു. അതല്ലാതെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ട് ആരും രാജിവെക്കില്ല. കാരണം KPC ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലുള്ള ആളാണ്. ആഭ്യന്തര പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ ജില്ലാ നേതൃത്വം നടപടി തുടങ്ങി. അതിനിടെ കോർപ്പറേഷനിലേക്ക് 79 സ്ഥാനാർത്ഥികളെ കൂടി കോൺഗ്രസ് പ്രഖ്യാപിച്ചു. 7 സീറ്റുകളിൽ കൂടി പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. 15 സീറ്റുകളാണ് ഘടകകക്ഷികൾക്ക് മാറ്റിവച്ചിരിക്കുന്നത്. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം നഗരസഭയിലെ 75 സീറ്റുകളിൽ മത്സരിക്കാൻ CPIM 3 ഏരിയ സെക്രട്ടറിമാരും 2 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും 2 ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും മത്സരത്തിനിറങ്ങും. ഏരിയ സെക്രട്ടറിമാർ മത്സരിക്കുന്നതിനെതിരെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നു. തിങ്കളാഴ്ച സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് CPIM തീരുമാനം. വാർഡുകൾ നിലനിർത്താനും പിടിച്ചെടുക്കുന്നതിനും വേണ്ടിയാണ് സംസ്ഥാന സമിതിയുടെ നിർദ്ദേശത്തിൽ ഇളവ് നൽകി ഏരിയ സെക്രട്ടറിമാരെ CPIM മത്സരരംഗത്തിറക്കുന്നത്. വിളപ്പിൽ, വഞ്ചൂർ, പാളയം ഏരിയ സെക്രട്ടറിമാരാണ് സ്ഥാനാർത്ഥികളാകുക. വിളപ്പിൽ ഏരിയ സെക്രട്ടറി RP ശിവജി പുന്നയ്ക്കാമുകളിലും, വഞ്ചൂർ ഏരിയ സെക്രട്ടറി K ശ്രീകുമാർ ചാക്കയിലും, പാളയം ഏരിയ സെക്രട്ടറി P ബാബു വഞ്ചൂരിലും മത്സരിക്കും. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ SP ദീപക് പേട്ടയിലും SA സുന്ദർ ചാലയിലും മത്സരിക്കും. LDFന് ഭൂരിപക്ഷം ലഭിച്ചാൽ SP ദീപകിനാകും മേയർ സ്ഥാനത്തേക്ക് പ്രഥമ പരിഗണന. ഏരിയ സെക്രട്ടറിമാർ മത്സരിക്കുന്നതിനെതിരെ ജില്ലാ കമ്മിറ്റിയിൽ വലിയ വിമർശനം ഉയർന്നു. മാസങ്ങൾക്ക് മുമ്പ് സെക്രട്ടറി ആയവർ എന്തിനാണ് മത്സരിക്കാനിറങ്ങുന്നതെന്നായിരുന്നു ചോദ്യം. തീരുമാനം സംസ്ഥാന സമിതി പുനഃപരിശോധിക്കണമെന്നും ആവശ്യമുയർന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിലായിരുന്നു ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നത്. ജില്ലാ നേതൃത്വം അംഗീകരിച്ച സ്ഥാനാർത്ഥി പട്ടിക അതാത് വാർഡ് കമ്മിറ്റികൾ ചർച്ച ചെയ്യും. എതിരഭിപ്രായമുണ്ടായാൽ തീരുമാനം പുനഃപരിശോധിക്കും. പൗണ്ട് കടവ് ഉൾപ്പെടെയുള്ള വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിൽ തർക്കമുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിച്ച് തിങ്കളാഴ്ച സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് CPIMന്റെ തീരുമാനം. 101 വാർഡുകളുള്ള നഗരസഭയിൽ 75 സീറ്റിൽ CPIMും 17 സീറ്റുകളിൽ CPIയും മത്സരിക്കും. കേരള കോൺഗ്രസ് എമ്മിന് 3 ഇതര ഘടകകക്ഷികൾക്ക് ഓരോ സീറ്റ് വീതവും നൽകിയിട്ടുണ്ട്. ബാലരാമപുരം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ജില്ലാ കമ്മിറ്റി അംഗം SK പ്രിജയെയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് CPIM തിരുവനന്തപുരത്ത് പരിഗണിക്കുന്നത്. 24 തിരുവനന്തപുരം. തിരുവല്ല കവിതാ കൊലക്കേസിൽ പ്രതി അജിൻ റെജി മാത്യുവിന് ജീവപര്യന്തം കഠിന തടവ്. പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പട്ടാപ്പകൽ നടുറോഡിൽ 19-കാരിയെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. കേരളം നടുങ്ങിയ ക്രൂരകൃത്യത്തിൽ 6 വർഷത്തിന് ശേഷം ശിക്ഷാവിധി. പ്രതിയായ അജിൻ റെജി മാത്യുവിനെ കഠിന തടവിന് വിധിച്ചു. 5 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. പിഴത്തുക കൊല്ലപ്പെട്ട കവിതയുടെ മാതാപിതാക്കൾക്ക് നൽകണം. വധശിക്ഷ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും വിധിയിൽ തൃപ്തരെന്ന് കവിതയുടെ മാതാപിതാക്കൾ. അപ്പം സന്തോഷം തോന്നി, സങ്കടവും തോന്നി. അവൻ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവന് അതുപോലുള്ള ശിക്ഷയായിരുന്നു കൊടുക്കേണ്ടത്. വധശിക്ഷ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പരമാവധി ശിക്ഷ കൊടുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തൃപ്തന്. തിരുവല്ല CA ആയിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ PR സന്തോഷിനും കോടതിയുടെ പ്രത്യേക അഭിനന്ദനം. മികച്ച നിലയിൽ അന്വേഷണം പൂർത്തിയാക്കിയത് പോലീസിനാകെ മാതൃക എന്ന് കോടതി നിരീക്ഷിച്ചു. തിരുവല്ല പോലീസ് സ്റ്റേഷൻ നല്ലൊരു ശതമാനം പോലീസുകാർ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി കോടതിയിൽ എത്തിച്ച ഒരു കേസാണ്. അത് ബഹുമാന്യായ പ്രോസിക്യൂട്ടർ ഹരിശങ്കർ പ്രസാദ് സാർ കൃത്യമായി കോടതിയിൽ എത്തിച്ചപ്പം അങ്ങനെ കിട്ടിയൊരു വിധിയിൽ വളരെ സന്തോഷം. കുടുംബം അപ്പീൽ പോകാൻ ഇടയില്ല. പ്രതിയുടെ പ്രായം പരിഗണിച്ചാണ് പരമാവധി ശിക്ഷ നൽകാതിരുന്നത്. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനാണ് പ്രതി അജിൻ കവിതയെ കൊലപ്പെടുത്തിയത്. 24 പത്തനംതിട്ട. ഒരു വിയോഗ വാർത്തയിലേക്കാണ് ഇനി. നിയമസഭാ സ്പീക്കർ AN ഷംസീറിന്റെ സഹോദരി AN ആമിന അന്തരിച്ചു. 42 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് കോഴിക്കോട്ടെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് വയലളം മസ്ജിദ് ഖബറിസ്ഥാനിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.